അപ്പോൾ സ്വഹാബിമാരുടെയും താബിഈങ്ങളെയും കാലഘട്ടം എന്നത് കർമ്മശാസ്ത്രമുണ്ട്, പക്ഷേ അത് ഇങ്ങനെ ഒരു വിജ്ഞാന മേഖലയാക്കി പ്രത്യേകമായി കിതാബ് രചിച്ച് കുറേ കായികകൾ ഉസൂലുകളൊക്കെ ക്രോഡീകരിച്ച് അങ്ങനെ വന്ന ഒരു ഘട്ടമല്ല. നേരെ മറിച്ച് അവരൊക്കെ മുജ്തഹിദീങ്ങളായതുകൊണ്ട് അവർ നബീന് കേട്ടതും പഠിച്ചും അടിസ്ഥാനമാക്കി അവർ തങ്ങളുടെ ശേഷക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് അന്ന് ചെയ്തത്. അന്ന് ഫത്വകൾ, ഹുക്മുകൾ, ഇതാണ് പ്രധാനമായും അന്നുണ്ടായത്. അതിനു ശേഷമാണ് ഫിഖ്ഹിൻ്റെ ഒരു സുവർണകാലം എന്ന് പറയാവുന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടം. അതായത് മദ്ഹബിൻ്റെ ഇമാമുമാരൊക്കെ ജീവിച്ച ആ കാലഘട്ടം. ഇമാം അബൂ ഹനീഫയുടെ ഒരു സേവന കാലം മുതൽ ഇമാം അഹമ്മദിൻ്റെ വഫാത്ത് വരെയുള്ള ഘട്ടമാണ് ഫിഖ്ഹിൽ ഏറ്റവും അധികം പഠനങ്ങളും ഗവേഷണങ്ങളും ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം ശിഷ്യന്മാരും ഒരുപാട് ദർസുകളും ധാരാളമായ ഇത് പ്രചരിപ്പിക്കുന്ന വ്യത്യസ്തമായ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായത് ആ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ഏകദേശം ഹിജ്റ 119 മുതലാണ് അത് കണക്കാക്കപ്പെടുന്നത്. 119 മുതൽ 241 വരെയുള്ള കാലഘട്ടം. ഹിജ്റ വർഷം 119 മുതൽ 241 ഇമാം അഹമ്മദ് മരിച്ചത്. അതുവരെയുള്ള ഒരു ഘട്ടം 4 ഇമാമികളും ജീവിച്ചൊരു കാലം. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് 4 പേരും ജീവിച്ചൊരു കാലഘട്ടമാണിത്. അതല്ലാത്ത മറ്റ് ഒട്ടനവധി വലിയ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ സുഫ്യാൻ സൗരി, സുഫ്യാൻ ഇബ്നു ഉയൈന പോലെയുള്ള വലിയ വലിയ ഇബ്രാഹിം നഖി, അൽഖമ തുടങ്ങിയ വലിയ പ്രഗത്ഭന്മാരായ മുസ്ലിം ലോകത്ത് തന്നെ പിന്നീട് അത്തരം പണ്ഡിതന്മാർ ശേഷം ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്കുള്ള വമ്പന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ ഹദീസിലും ഫിഖ്ഹിലും തഫ്സീറിലും അഖീദയിലും എല്ലാത്തിലും അവഗാഹം നേടിയ മഹാപണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടങ്ങൾ. അവസാനത്തെ സ്വഹാബി ഏകദേശം ഹിജ്റ 95 അല്ലെങ്കിൽ 96 ആ ഘട്ടത്തിലൊക്കെയാണ് അവസാനത്തെ സ്വഹാബി വഫാത്താകുന്നത്. ഏതായിരുന്നാലും ഇതാണ് ഒരു രണ്ടാമത്തെ ഘട്ടം. അതാണ് ഫിഖ്ഹിൻ്റെ സുവർണകാലം എന്ന് പറയുന്നത്. സുവർണകാലം, ധാരാളം പണ്ഡിതന്മാർ അന്നുണ്ട്. ഇമാം അബൂ ഹനീഫ താബിഉ താബിഇയാണ് എന്നാണ് പ്രബലാഭിപ്രായം. നമുക്കത് വരാം, എനിക്ക് വരുന്നുണ്ട്. അബൂ ഹനീഫയെ പറ്റി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ഈ ഒരു ഘട്ടമാണ് പ്രധാനപ്പെട്ട ഫിഖ്ഹിൻ്റെ ഏറ്റവും സുവർണമായ കാലം. അത് ധാരാളം ദർസുകൾ, പ്രത്യേകിച്ച് ഇറാഖ്, ബഗ്ദാദൊക്കെ, അത് മുസ്ലിം തലസ്ഥാനം കൂഫയിലേക്ക് പോയതോടുകൂടി ബഗ്ദാദൊക്കെ എന്ന് വലിയ ഇൽമിൻ്റെ കേന്ദ്രമായി മാറി. എല്ലാ പണ്ഡിതന്മാരും വന്നു കൂടുന്ന സ്ഥലങ്ങളായി. വമ്പൻ മഹാപണ്ഡിതന്മാരൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇമാം അബൂ ഹനീഫ കൂഫക്കാരനാണ്. പിന്നെ ആ കൂഫയിലേക്ക് ഇൽമു തേടി എല്ലാവരും വരുന്ന സാഹചര്യമുണ്ടായി. അതാണ് അന്നത്തെ ഒരു ഘട്ടം. അതിൽ കാലം കൊണ്ട് ഒന്നാമൻ അബൂ ഹനീഫ ഇമാമാണ്. കാലഘട്ടം കൊണ്ട് ഒന്നാമത്തെ ആള് ഇമാം അബൂ ഹനീഫയാണ്. ഫിഖ്ഹിൽ ഒരു വഴി വെട്ടിത്തെളിച്ചുണ്ടാക്കിയതും ഇമാം അബൂ ഹനീഫയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഫിഖ്ഹിലേക്ക് ആരെല്ലാം ഖിയാമത്ത് വരെ ഇറങ്ങുന്നുവോ അവരെല്ലാം ഇമാം അബൂ ഹനീഫയോട് കടപ്പെട്ടവരാകുന്നു. അബൂ ഹനീഫയുടെ സേവനങ്ങൾ സ്വാധീനിക്കാതെ ഒരു മനുഷ്യന് ഫിഖ്ഹിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഫിഖ്ഹിൽ വരുന്ന എല്ലാവരും കുല്ലുഹും ഇയാദുൻ അലാ അബി ഹനീഫ, അബൂ ഹനീഫ ഇമാമിനോട് കടപ്പാടുള്ളവരാണ് എല്ലാവരും എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അബൂ ഹനീഫ ഇമാം ഷാഫിയും കണ്ടുമുട്ടിയിട്ടില്ല. ഇമാം അബൂ ഹനീഫ മരിച്ച അന്നാണ് ഇമാം ഷാഫി ജനിച്ചത്. അബൂ ഹനീഫ മരിച്ച അന്ന്, ആ ദിവസത്തിലാണ് ഇമാം ഷാഫിയുടെ ജനനം. അതുകൊണ്ടാണ് ഒരു നക്ഷത്രം അസ്തമിച്ചപ്പോൾ മറ്റൊരു നക്ഷത്രം ഉദിച്ചു എന്ന് അതേക്കുറിച്ച് പണ്ഡിതന്മാർ പിന്നീട് പറയാറുണ്ട്. അബൂ ഹനീഫ എന്ന നക്ഷത്രം അസ്തമിച്ചു, അതേ ദിവസം ഇമാം ഷാഫി എന്ന നക്ഷത്രം ഉദിക്കുകയും ചെയ്തു എന്നാണ്. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് താബിഉ താബിഇയാണ് എന്ന പ്രബലമായ അഭിപ്രായം. എന്നാൽ ചില സ്വഹാബിമാർ അദ്ദേഹം കണ്ടു എന്ന ചില അഭിപ്രായങ്ങളുണ്ട്. അത് അത്ര 100% സ്ഥിരപ്പെട്ടൊരു ചരിത്രമല്ല. 6 സ്വഹാബിമാർ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് ചില ചരിത്രങ്ങളൊക്കെ പറയുന്നു. അത് ശരിയാണെങ്കിൽ അദ്ദേഹം താബിഈങ്ങൾ ഏറ്റവും ഒരു അവസാന ഖണ്ഡികയിൽ അദ്ദേഹം ഉണ്ടാകും. അതല്ലെങ്കിൽ അദ്ദേഹം താബിഉ താബിഇയാണ്. പ്രബല അഭിപ്രായ പ്രകാരം അദ്ദേഹം താബിഉ താബിഇയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ് ഹമ്മാദ് ബിൻ അബീ സലമ, ഇബ്രാഹിം നഖഈ എന്നീ പ്രഗത്ഭന്മാർ. അബൂ ഹനീഫയുടെ 2 ഉസ്താദുമാർ, ഒന്ന് ഹമ്മാദ് ബിൻ അബീ സലമ, അദ്ദേഹമാണ് ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും വലിയ ഉസ്താദ്. മറ്റത് ഇബ്രാഹിം നഖഈ. കേട്ടില്ല? അതല്ല. ഇബ്രാഹിം നഖഈ പ്രഗത്ഭനായ താബിഈയാണ്. ഹമ്മാദ് പ്രഗത്ഭനായ താബിഈയാണ്. അന്നത്തെ താബിഈങ്ങൾ കൂടുതൽ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണ് അവരൊക്കെ. അതേപോലെ അത്വാനെ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ശിഷ്യത്വം കിട്ടിയിട്ടില്ല, പക്ഷെ അത്വാന്റെ കൂടെ സഹവസിക്കാൻ അവസരം കിട്ടിയത് അത്വാ ഇബ്നു അബി റബാഹ്. അവർക്ക് അന്നത്തെ
മഹാപണ്ഡിതന്മാരാണ്. വലിയ വലിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ ദർസുകൾ നടത്തിയിരുന്ന, ലോകത്തിന് നാനാഭാഗത്തും അന്നത്തെ കാലത്ത് പണ്ഡിതന്മാർ അവരെ തേടി വന്നിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. പിന്നെ ആ നിലവാരത്തിലേക്ക് അബു ഹനീഫ പിന്നീട് എത്തി. ഒരു കാലശേഷം അബു ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് 18 കൊല്ലം ഹമ്മാദിന്റെ കൂടെ സഹവസിച്ചിട്ടുണ്ട്. 24 അവർ 18 കൊല്ലം ഹമ്മാദിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഹമ്മാദിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി ജീവിച്ച ആളാണ് അബു ഹനീഫ റഹിമഹുല്ലാഹ്. അബു ഹനീഫ ഈ വഴിയിലേക്ക് ഇറക്കിയതും ഹമ്മാദ് ബിൻ അബീ സലമയാണ്. അബു ഹനീഫ യഥാർത്ഥത്തിൽ ഒരു കച്ചവടക്കാരനായിരുന്നു. ഒരു വാപ്പ കച്ചവടക്കാരൻ, വലിയ കച്ചവടക്കാരനാണ്. പാരമ്പര്യമായി കച്ചവട കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം അദ്ദേഹം തന്നെ ചെറുപ്പത്തിലെ വാപ്പാനപ്പം അങ്ങനെ കച്ചവടത്തിലാണ് തിരിഞ്ഞത്. അറിവ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതൽ താല്പര്യം കച്ചവടത്തിലാണ്. ആ വഴിക്ക് പോകാനായിരുന്നു ഉദ്ദേശം. അപ്പം ഹമ്മാദ് ബിൻ അബീ സലമയുടെ ദർസിൻ്റെ അടുത്ത് കൂടെയാണ് അബു ഹനീഫ എന്നും രാവിലെ പോകാം, മാർക്കറ്റിൽ പോകല്. രാവിലെ അങ്ങോട്ട് പോകും, വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് പോകും. അപ്പം നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി കണ്ടാൽ തിരക്കിടില്ല. ഈ കുട്ടി എന്നും രാവിലെ ആണ് പോകേണ്ടത്, വൈകുന്നേരം കൊണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഹമ്മാദ് വിളിപ്പിച്ചോ, ആ കുട്ടീനെ വരാൻ പറയാറ്. വിളിച്ചു, എന്താ പഠിച്ചെങ്കിൽ എന്നുണ്ട് പോകണ്ടല്ലോ, അങ്ങനെ രാവിലെ വൈകുന്നേരം അങ്ങോട്ട് കൊണ്ട് പോകണേ, എന്താ പരിപാടി അയച്ചു. ഒരു കച്ചവടമാണ് മാർക്കറ്റിൽ, അതിൽ പോവേണ്ടത്. അപ്പം ഹമ്മാദ് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാൻ നിന്നാൽ എത്ര നന്നായിരുന്നു. കച്ചവടത്തിന് വേറെ എത്ര മനുഷ്യന്മാരുണ്ട്, കച്ചവടത്തിന് എത്രയോ ആളുകളുണ്ട്, ഈ രംഗത്ത് ആൾ കുറവാണ്. എനിക്ക് എന്തുകൊണ്ട് ഈ വഴിക്ക് ചിന്തിച്ചുകൂടാ? ആ മോട്ടിവേഷനാണ് അബു ഹനീഫക്ക് ഒരു മാറ്റമുണ്ടാക്കിയത്. അദ്ദേഹം ഹമ്മാദിന്റെ കൂടെ അവിടെ കൂടി. ഹമ്മാദ് നബി സലമയുടെ ദർസ് അദ്ദേഹം ശിഷ്യനായി കൂടി. അന്ന് അബു ഹനീഫക്ക് 22 വയസ്സ് പ്രായമാണ്. അവിടെ വരുമ്പോൾ അബു ഹനീഫയുടെ 40-ാം വയസ്സിലാണ് ഹമ്മാദ് ബിൻ അബീ സലമ മരണപ്പെട്ടത്. ആ ഹമ്മാദ് മരിക്കുന്നവരെ ഹമ്മാദിന്റെ കൂടെ അദ്ദേഹം ശിഷ്യനായി സഹവസിച്ചു. ഹമ്മാദ് മരിച്ചപ്പോൾ ആ സ്ഥാനം അബു ഹനീഫക്കായി മാറി. പിന്നെ ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അദ്ദേഹമായിരുന്നു. അതിനിടക്ക് ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബു ഹനീഫക്ക് തോന്നി, ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കൂടണോന്ന്. കുറേ കാലമായാലും ഇപ്പം ഇങ്ങനെ ഉസ്താദിനൊപ്പം നടക്കണേ, ഇനിയിപ്പോൾ എനിക്കും ഒറ്റയ്ക്ക് കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കാലോ, കുറച്ചൊക്കെ അത്യാവശ്യം പഠിച്ചല്ലോ, ഇനിയും ഇങ്ങനെ ഉസ്താദിനെ പിന്നാലെ കൂടണോ എന്ന് അബു ഹനീഫക്ക് ഇടയ്ക്ക് ചെറിയൊരു തോന്നൽ വന്നു എന്നാണ്. അപ്പം അതിങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ സ്വാഭാവികമായിട്ടും കുറേ കാലം പഠിക്കുമ്പോണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ കാലാകാലം പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി കുറച്ചൊക്കെ പഠിപ്പിക്കാൻ മാത്രം ആയിട്ടില്ല എന്ന് തോന്നല്. അതിനിടയ്ക്കാണ് ഉസ്താദിൻ്റെ ഒരു ബന്ധു ഈജിപ്തിൽ മരിച്ചത്. അപ്പോൾ ഉസ്താദ് ഒരാഴ്ചക്ക് ഈജിപ്തിക്ക് പോയപ്പോൾ അബു ഹനീഫ ഏൽപ്പിച്ചു പോയി, ഞാൻ വരുന്നവരെ ഇവിടുത്തെ കാര്യമൊക്കെ നീ നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു പോയി. അപ്പോൾ ആ സമയത്താണ് ഒരു സ്ത്രീ സംശയം ചോദിക്കാൻ വേണ്ടി ഹമ്മാദിനെ തെരഞ്ഞു വന്നപ്പോൾ ഹമ്മാദ് ബിൻ അബീ സലമ അവിടെ ഇല്ല. അപ്പോൾ ഉസ്താദ് ഇവിടെ ഇല്ലാതെ അങ്ങനെ ഈജിപ്ത് പോയതാണ്. പകരം ഉസ്താദിൻ്റെ അടുത്ത ശിഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നായിക്കോട്ടെ, അവിടെ നിന്നോ അബു ഹനീഫിനെ കണ്ടു. ഈ സ്ത്രീ സംശയം ചോദിച്ചപ്പോൾ അബു ഹനീഫയ്ക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ ആ സ്ത്രീ വേറെ ചോദിച്ചു, അപ്പോൾ അതും കിട്ടുന്നില്ല. ഒരു 5-6 ചോദിച്ചു, ഒറ്റൊന്നിനും മറുപടി ഇല്ല. അബു ഹനീഫ എനിക്കറിയില്ല. അപ്പോൾ ഈ സ്ത്രീ കുറച്ച് ചീത്ത, നിങ്ങളൊക്കെ വലിയ ഉസ്താദന്മാരെ നിങ്ങൾ കുത്തിറക്കുക, ചോദിച്ചിട്ടൊന്നും പറയാനും കഴിഞ്ഞിട്ട് ആ സ്ത്രീ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് പോയി. അപ്പോൾ അബു ഹനീഫയ്ക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ മാത്രം ആയിട്ടില്ല. അതിന് പഠിച്ചോ എനിക്ക് തന്നൊരു പാഠമാണിത്. ഉസ്താദിനെ വിട്ട് പോയാലോ തോന്നിയതിന് അള്ളാഹ് എനിക്ക് തന്നൊരു പാഠമാണ്. അതിന് ഉസ്താദ് വന്നപ്പോൾ ഈ ചോദ്യമൊക്കെ ഉസ്താദ് ചോദിച്ചപ്പോൾ ഉസ്താദ് വളരെ സിമ്പിളായിട്ട് എനിക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. ഇതാണ് സംഭവം. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി ഇനി ഇവിടുത്തെ കൂടെ ഇല്ലത്, ഇനി ഏതായാലും ഇവിടുന്ന് പോകണില്ലാന്ന്. അങ്ങനെ അവിടെ കൂടി. അവസാനം ഉസ്താദ് മരിക്കണവരെ ഉസ്താദിനൊപ്പം കൂടി. ഉസ്താദ് മരിച്ചപ്പോൾ പിന്നെ ആ സ്ഥാനം അബു ഹനീഫയാണ് കൈകാര്യം ചെയ്തത്. അതേപോലെ ഇബ്രാഹിം നഖഈ പ്രഗത്ഭനായ താബിഈയാണ്. 95-ലാണ് ഇബ്രാഹിം നഖഈ മരിക്കുന്നത്. ആ നഖഈയുടെ കൂടെ ഒരുപാട് കാലം പിന്നെ സമസിദ്ദീന് പഠിച്ച ആളാണ് അബു ഹനീഫ റഹിമഹുല്ലാഹ്. അത്വാ ബിൻ അബീ റബാഹി നേരെ അദ്ദേഹം ശിഷ്യനല്ല, പക്ഷേ ഹജ്ജ് വേളയിൽ അത്വാഇന്റെ കൂടെ അബു ഹനീഫ കൂടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അബു ഹനീഫ കൂഫയിൽ നിന്ന് ഹജ്ജിനായി പോന്നു. വന്ന് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്, നടന്നോ കഴുതപ്പുറത്തൊക്കെ ഇരിക്കാം. അപ്പോൾ അദ്ദേഹം കൂഫയിൽ പോരുമ്പോൾ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ഹജ്ജിന് പോവുകയാണല്ലോ, ഒരു നല്ല മനുഷ്യൻ്റെ കൂടെ ഈ യാത്രയിൽ ഉടനീളം സഹവസിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോരുന്നത്. അങ്ങനെ മക്കയിലെത്തി അപ്പോഴാണ് മനസ്സിലായത് അത്വാ ബിൻ അബീ റബാഹ് പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നുണ്ട്. അപ്പം അത്വാ വലിയ പേര് കേട്ട താബിഈയാണ്. അബു ഹനീഫ അത്വാവിന് പരിചയമല്ല. അബു ഹനീഫ അത്വാവിനെ അപേക്ഷിച്ച് അബു ഹനീഫ ചെറുപ്പമാണ്. അത്വാ വലിയ പ്രഗത്ഭനായ താബിഈയാണ്. അപ്പം അദ്ദേഹം ഹജ്ജിനുണ്ട്. അപ്പം അദ്ദേഹത്തിന് കൂടെ കൂടാൻ അവസരം കിട്ടിയാൽ വലിയൊരു ചാൻസ് ആകും. ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചു പഠിക്കാം. അദ്ദേഹത്തിന് നല്ല കുറേ ഉപദേശങ്ങൾ കിട്ടും. തഖ്വ കൂടാൻ പറ്റും. ഹജ്ജിനും വലിയൊരു ഖൈറാകും. അങ്ങനെ അത്വാവിനെ ചെന്ന് കണ്ടു, ചോദിച്ചു, ഞാൻ നിങ്ങളൊപ്പം കൂടട്ടെ അയച്ചു. അപ്പം അത്വാ അങ്ങനെ കൂടാൻ പറ്റില്ല. കാരണം അത്വാവിന് ഇദ്ദേഹത്തെ അറിയില്ലല്ലോ, ഇദ്ദേഹം കൂഫയിൽ നിന്ന് വരികയാണ്. അപ്പം അത്വാ ചോദിച്ചു, മിമ്മൻ അന്താന്ന് ചോദിച്ചു,
ഇത് ഏത് ഗ്രൂപ്പാന്ന്, അതാണ് മിമ്മൻ എന്താണ് നിലപാട് എന്താന്നാ. അങ്ങനെ വെറുതെ അങ്ങനെ അന്ന് ഒരുപാട് ഗ്രൂപ്പുണ്ട്, ഷിയ ഉണ്ട്, ഖവാരിജ് ഉണ്ട്, മുഅ്തസിലി ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒപ്പം കൂട്ടാൻ പറ്റില്ല, ഏതാ സൈസ് എന്നൊക്കെ മനസ്സിലാകണം, എന്നാലേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം തൻ്റെ ഐഡന്റിറ്റി ആയിട്ട് 3 കാര്യം പറഞ്ഞു കൊടുത്തു. മിമ്മല്ല യസുബ്ബു സലഫ്, ഒന്ന് സലഫുകളെ, അഥവാ അന്നത്തെ സലഫ് എന്നാൽ പിന്നെ സ്വഹാബിയേ ഉള്ളൂ. ഇവിടെ താബിയാണെങ്കിൽ താബിയാണെങ്കിലും അത്തോ താബിയാണല്ലോ. അപ്പോൾ സലഫ് പറഞ്ഞാൽ സ്വഹാബിമാരെ ചീത്ത പറയാത്ത ആളാകുന്നു ഞാൻ. അത് മനസ്സിലായി. ഷിയല്ല ഖവാരിജോ അല്ല. കാരണം ഷീ ഖവാരിജോ ആണെങ്കിൽ സ്വഹാബിയുടെ ചീത്ത അറിയും. അപ്പം ഞാൻ സ്വഹാബിയുടെ ചീത്ത പറയാത്ത ആളെന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരാളെ പറ്റി ധാരണ കിട്ടും. വയുമിനു ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഖദരിയല്ലാന്ന് മനസ്സിലായി. വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബ, പാപം ചെയ്തതിന്റെ പേരിൽ ഒരാളെയും കാഫിറായി മുദ്ര കുത്താത്ത ആളാകുന്നു ഞാൻ. അന്ന് മുഅ്തസിലിയാക്കളും ഖവാരിജികളും ഒക്കെ വൻപാപം ചെയ്തവൻ കാഫിറാണ് എന്ന് വാദിക്കുന്നവരാണ്. ആ വാദം എനിക്കില്ല. അപ്പം മുഅ്തസിലി അല്ല, ഷിയ അല്ല, ഖവാരിജ് അല്ല, റാഫിദി അല്ല, ഖദരി അല്ല എന്നൊക്കെ പറയുന്നതിന് പകരം ഈ 3 കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ അത്തോബ് അറഫ്തു ഫൽസം, ഇങ്ങനെ മനസ്സിലായി കൂടെ കൂടിക്കോർ. അപ്പൊ അന്നുമുണ്ട് ആ രീതിയർത്ഥം. ഒരു നിലപാട് ചോദിച്ച് ഒരു അഖീദ മനസ്സിലാക്കിയിട്ട് മാത്രം കൂടെ കൂട്ടുക എന്നത് അഹ്ലുസുന്ന അന്നേ സ്വീകരിച്ചു പോകുന്ന നയമാണ്. ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഅ്തിസാമിൽ ആ സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ അബൂ ഹനീഫയുടെ ഈ ഒരു ചരിത്രം.